വാട്സ്ആപ്പ് വീഡിയോസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അങ്ങനെ ഹോണ്ട അവരുടെ ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് വണ്ടിയാണ് ലോഞ്ച് ചെയ്യുന്നത്, ആക്റ്റീവ ഇയും QC1 എന്ന് പറഞ്ഞ വണ്ടിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടിയും ഒരെണ്ണം സ്വാപ്പബിൾ, ഒരെണ്ണം ഫിക്സഡ് ബാറ്ററി മോഡലാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേഞ്ച് 102 കിലോമീറ്റേഴ്സും ഒരെണ്ണത്തിന് 80 കിലോമീറ്റർ റേഞ്ചാണ്. അപ്പോൾ രണ്ട് വണ്ടി ഞങ്ങൾക്ക് പെട്ടെന്നൊരു വാക്ക് അറൗണ്ട് വീഡിയോ കാണിച്ചുതരാം. സോ ഇതാണ് നമ്മുടെ ആക്റ്റീവ ഇയും അതാണ് നമ്മുടെ QC1 എന്ന് പറഞ്ഞ മോഡലും. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ബ്ലാക്ക് വേർഷനാണ് ഇവിടെ കാണാൻ പറ്റുക. ഫ്രണ്ടിൽ ഇത് നമ്മുടെ ക്ലച്ച്ലെസ് ഇരുന്ന് വൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ടയറൊക്കെ തിരിക്കേണ്ട അക്രമങ്ങളൊക്കെ നമുക്ക് റോട്ടിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. ഫുൾ LED സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ പറ്റും. അതുകൂടാണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് അവർ കൊടുത്തിട്ടുണ്ട്. റിയറിൽ ഡ്രം ബ്രേക്സ് ആണ് തന്നെ. ഇതൊരു ബ്ലാക്ക് വേർഷനാണ്. 5 കളർ വേരിയൻസിലാണ് ഇവർ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഫ്രണ്ട് സെക്ഷൻ അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന ഒരു ഫ്ലാറ്റ് ഫുഡ് ബോർഡ് അവർ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഏജ് നോക്കുമ്പോൾ 766 mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആട്ടോ. ഞാൻ സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് ഊരി കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ കേട്ടോ. വലിയൊരു നമുക്ക് ഡിസ്പ്ലേ കാണാം. എനിക്ക് തോന്നുന്നു 5 ഇഞ്ച് ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു. ഇതിൽ 6GB റാമും. ഇത് രണ്ട് പേരുണ്ട് ആക്റ്റീവ ഇ തന്നെ. ഒന്ന് അവരുടെ ഹോണ്ട സിങ്ക്, അവരുടെ ആപ്പ് കണക്റ്റഡും ഇൻബിൽഡായിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള, അതിന് സെപ്പറേറ്റ് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാണ്ട് നോർമൽ ഈ സബ്സ്ക്രിപ്ഷനും ഇങ്ങനത്തെ ഇൻബിൽഡ് മാപ്പൊന്നും ഇല്ലാത്ത ഒരു സാധനമുണ്ട്. ഇതാണ് അതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കാൻ പോയാൽ കണ്ടോ. ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഈ ഹോൺ, പിന്നെ ഇവിടെയാണ് നമ്മൾ റിവേഴ്സ് മോഡും കാര്യങ്ങളും ഓൺ ആക്കണതും. ഇവിടെ എക്കോ മോഡ്, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്, ഇങ്ങനെ 3 മോഡ്സ് ഉണ്ട്. ഇത് നമ്മൾ നോക്കാൻ പോയാൽ ഇതിൻ്റെ റേഞ്ച് ഇപ്പോൾ ഫുൾ ചാർജിൽ 98 കിലോമീറ്ററാണ് റേഞ്ച് കാണിച്ചേക്കണേ. 2 ബാറ്ററീസാണ് ഉള്ളത്. 3 kWh 2 ബാറ്ററീസ്, അതായത് ടോട്ടൽ 3 kWh ബാറ്ററീസ് ഉണ്ട്. അതിൽ നമുക്ക് മാക്സിമം റേഞ്ച് 102 കിലോമീറ്റേഴ്സാണ് റേഞ്ച് കിട്ടാൻ പോണത്. ടോപ്പ് സ്പീഡ് ഓഫ് 80 കിലോമീറ്ററും 0 to 60 എനിക്ക് തോന്നുന്നു 7.2 seconds ആണ് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത്. ഇതാണ് നാവിഗേഷൻ, കോള്, പിന്നെ സെറ്റിങ്സിൽ ബ്ലൂടൂത്ത്, വൈഫൈ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത് കണ്ടത്. അത്യാവശ്യം ലെഗ് സ്പേസ് എനിക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആയിട്ട് എനിക്ക് ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് തൂക്കിടാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതാണ് അവരുടെ കീ ഫോബ് കണ്ടോ. ഇതിൽ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കാണാം. ആൻഡ് ഇവിടെ ഇതാണ് കീലെസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യണതൊക്കെ ഇങ്ങനെയാണ് കണ്ടോ. എന്നിട്ട് ലോക്ക് ചെയ്യണത് ഇത് ഞെക്കിയാൽ നമ്മൾ ഹാൻഡിൽ ലോക്ക് ആവും. അങ്ങനെയാണ് ചെയ്യണത് കണ്ടോ. ഇതിൽ സീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഇട്ടിട്ട് ഈ ബട്ടൺ ഞെക്കുമ്പോഴാണ് നമുക്ക് സീറ്റ് തുറക്കാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ അണ്ടർ സ്പേസ്. 2 ബാറ്ററി വെക്കണം. ഒറ്റ ബാറ്ററി എടുത്ത് ഓടിക്കാൻ പറ്റില്ല. ഇത് സ്വാപ്പബിൾ ബാറ്ററീസ് ആണ്. നമുക്ക് ഇതിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയിട്ട് ബാറ്ററി മാറിയാലേ നടക്കുള്ളൂ. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ 2 ബാറ്ററി. ഓരോ ബാറ്ററിയും 10 കിലോ ആണ്. 1.5 kWh ബാറ്ററിയാണ്. 10 കിലോ ഉണ്ട്. ഈസി ടു സ്വാപ്പാണ്. നമ്മൾ ഇങ്ങനെ ഞെക്കുക, കഴിഞ്ഞ് 2 ബാറ്ററി നമുക്ക് സെറ്റ് ചെയ്യാം. ഇത്രയും സ്പേസാണ് ഇതിൽ കൊടുത്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് പാക്സ് ഒക്കെ അവർ കണ്ടോ, അവർ നൈസായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് കാണാം. അപ്പോൾ ഒരു സിംഗിൾ സൈഡിലാണ് നമുക്ക് സ്വിങ്ങാൻ കാണാൻ പറ്റും. ഹബ് മോട്ടർ അല്ല ഇതിന് വന്നേക്കണം. ഈ സൈഡിലാണ് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് സസ്പെൻഷൻ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ മോട്ടറൊക്കെ ഇരിക്കുന്ന പോലെ തന്നെയാണ് വെച്ചേക്കണത്. ഒരു സിംഗിൾ സൈഡ് സ്വിങ്ങാൻ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 6 kW ഒരു മോട്ടറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് പവർ ഏകദേശം 8 HP ആൻഡ് 22 Nm ഓഫ് ടോർക്ക് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ബാക്കിൽ നിന്നുള്ള ആ ഒരു ലുക്ക് കേട്ടോ. കണ്ടോ, ഇതാണ് ആ റിയറിലെ ടെയിൽ സെക്ഷൻ. ഇവിടെ നമുക്ക് ആക്റ്റീവ ഈ 2 വേർഷൻ ഉണ്ട്. അതിൻ്റെ 2 വേർഷനും ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്. ഹോണ്ട ആക്റ്റീവ, ഹോണ്ട റോഡ്സിങ് ഡുവോയും പിന്നെ ആക്റ്റീവ ഇ, അത് രണ്ടുമാണ് അവരുടെ ഉള്ളത്. കണ്ടോ, അതിൽ 6GB റാമും 30GB സ്റ്റോറേജ് ഒക്കെ ഉള്ള വേർഷനാണ് റോഡ്സിങ് ഡുവോ. ആ ആപ്പിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും. അതുകൂടാണ്ട് ഇതിൻ്റെ വാറണ്ടി വരുന്നത് 3 years അല്ലെങ്കിൽ 50,000 കിലോമീറ്റേഴ്സാണ് ഹോണ്ട വാറണ്ടി പറയുന്നത്. 5 കളർ വേരിയൻസിലാണ് അവർ ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നെ വന്നിരിക്കുന്ന LFP ബാറ്ററീസ് ആട്ടോ. ബെറ്റർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ബെറ്റർ ലൈഫായിരിക്കും ഈ LFP ബാറ്ററീസിന് അവർ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു USB-C ടൈപ്പ് ചാർജർ ഉണ്ട്. നമുക്കിവിടെ സ്റ്റോറേജ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും ഒരു സ്റ്റോറേജ് നമുക്ക് കാണാൻ പറ്റും. 171 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. MRF ടയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസ് 5 ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വണ്ടികളിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ആക്റ്റീവ ഇ കേട്ടോ. സോ ഇതാണ് അവരുടെ QC1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വണ്ടി. ഇതിന് 26 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഒരു BLDC ഹബ് മോട്ടറാണ് ഇതിന് വന്നിരിക്കുന്നത്. 1.5 kW മോട്ടറാണ്. അത് കൂടാണ്ട് ഏകദേശം 1.8 kWh ബാറ്ററിയും, റേഞ്ച് തന്നെ 80 കിലോമീറ്ററും, ടോപ്പ് സ്പീഡ് 50 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വന്നിരിക്കുന്നത്. ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കേട്ടോ. കണ്ടോ, ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇവിടെ നമുക്ക് ആ ഒരു LED ഹെഡ് ലാംപ്സ് കാണാം ആൻഡ് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ആൻഡ് ഇതിന് 2 സ്റ്റാൻഡേർഡും എക്കോ മോഡും ഉണ്ട്. ഇതും കീ ഇട്ടാട്ടതിരിക്കണ്ടേ. ഐ തിങ്ക് സീറ്റ് നോ
ഇതാണ് 26 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. 26 ലിറ്റേഴ്സ് ആണ് ബൂട്ട് കപ്പാസിറ്റി. ആൻഡ് ഇവിടെ ഒരു ഹെൽമെറ്റ് ഉണ്ട്. നമുക്ക് ഇത്രയും സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ചാർജറാണ്. അപ്പോൾ ബാറ്ററി മറ്റേ വണ്ടിയിൽ 2 ബാറ്ററി ആണെങ്കിൽ ഇതിൽ ഇത്രയും സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഫ്രണ്ട് ഡിസ്പ്ലേക്ക് ഒന്നുമല്ല, നോർമൽ ഡ്രം ബ്രേക്സ് ആണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ ഫിക്സഡ് ബാറ്ററിയാണ് കണ്ടോ. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം കണ്ടോ. ഇതാണ് നമ്മുടെ ഫിക്സഡ് ബാറ്ററി. ഇതിലും ഗ്യാസ് കുറ്റി ഒന്നും ഇരിക്കില്ല, ചെറിയ ഗ്യാസ് കുറ്റി ഇരുന്നാലേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ആ ഒരു ക്ലസ്റ്റർ കണ്ടോ. ഇതിൽ വലിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫിക്സഡ് ബാറ്ററിയാണ്. നമുക്ക് റേഞ്ച് അത്യാവശ്യം 80 ഉണ്ടെങ്കിലും സ്പീഡ് 50 വരെ പോവുള്ളൂ. അതാണ് ഈ ഒരു QC1 ഒരു പ്രത്യേകത കണ്ടോ. കയറിയിരിക്കാൻ സമയമൊന്നുമില്ല, പക്ഷേ ഇത്രയും സൈസിലുള്ള ഒരു പുള്ളി ഇരിക്കുമ്പോഴത്തേക്കും അതാണ് ആ വണ്ടിയുടെ ഒരു സൈസ് ഡിഫറൻസ് നമുക്ക് തോന്നുന്നത്. ഇതിനും കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് കാണാം ഫ്രണ്ടിൽ. ഇതേ കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഒരു കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് വെച്ചാൽ 80% ആവാൻ നമുക്ക് ഏകദേശം 4.5 hours എടുക്കും. ഇതിൻ്റെ ഫുൾ ചാർജിങ് ടൈം എന്ന് വെച്ചാൽ ഫുൾ അല്ല, 80% വരെയാണ് ചാർജിങ് ടൈം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള കുറച്ചുകൂടി ചെറിയ ലുക്കാണ് നമുക്ക് ഈ സ്കൂട്ടറിൽ നിന്ന് കാണാൻ പറ്റുക. അത്ര വലിയ ഒരു സൈസ് ഒന്നുമില്ല. ബട്ട് ഇതാണ് ആ ഒരു QC1 എന്ന് പറഞ്ഞ ആ ഒരു സ്കൂട്ടർ കേട്ടോ. കണ്ടോ, ഇതും ബാക്കിൽ കണ്ട ആ ഒരു ഫുൾ LED സെറ്റപ്പും കാണാം. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡുവൽ ഷോക്കാണ് ഇതിന് വന്നേക്കണേ. പിന്നെ ഇതിന് 5 കളർ വേരിയൻസ് ആണ്. 3 years and 50,000 kilometers ആണ് ഇതിന് വാറണ്ടി തന്നെ. 5 കളർ വേരിയൻസിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ നോക്കാൻ പോയാൽ ഇതാണ് ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും. സ്വിച്ച് ഗിയേഴ്സ്, സ്റ്റാൻഡേർഡ്, എക്കോ മോഡ്, സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ് ഇതിനെ അവർ കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വാപ്പിംഗ് സ്റ്റേഷൻ കേട്ടോ. സോണിയുടെ സ്വാപ്പിംഗ് സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ബാറ്ററി ഊരുക, അവിടെ തന്നെ ബാറ്ററി ഊരി വെക്കുക, ഇത് ഊരുക, അടുത്ത് വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ സ്വാപ്പിംഗ് സ്റ്റേഷൻസ് ഓരോ പെട്രോൾ പമ്പിലും കാര്യങ്ങളും അവർ വെച്ചിട്ടുണ്ടാവും. ഏകദേശം 10 കിലോ 10.2 kgs ആണ് ഒരു ബാറ്ററിയുടെ വെയിറ്റ്. ഇത് എവിടെയും കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല, വീട്ടിലൊന്നും കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു സ്വാപ്പിംഗ് സ്റ്റേഷനിൽ തന്നെ കൊണ്ട് ചാർജ് ചെയ്യണം. അഥവാ വീട്ടിൽ എത്തിയിട്ടാണ് ഈ ബാറ്ററിയുടെ ചാർജ് തീരുന്നെങ്കിൽ നമുക്ക് അവരുടെ ആപ്പ് വഴി നമുക്ക് കോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിൽ ഏറ്റവും അടുത്തുള്ള സ്വാപ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് ബാറ്ററി വീട്ടിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടെക്കും ഇതിൻ്റെ അകത്തുണ്ട്.